മഴത്തോരും മുൻപേ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അലീനയും സ്റ്റാൻലിയും കൂടി ടാനിയയെയും ടെൽസയെയും ടോജോയെയും കൂട്ടിക്കൊണ്ട് അഞ്ചൽ ടൗണിൽ പോവുകയും ടെക്സ്റ്റൈൽസിലും ഫാൻസി സെന്ററുകളിലും ഒക്കെ കയറിയിറങ്ങി ധാരാളം ഷോപ്പിങ്ങുകൾ നടത്തുകയും ചെയ്തു. തുടർന്ന് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അവർ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ആ സമയം ടാനിയയെ പ്രണയിക്കുന്ന ഒരു തെമ്മാടി ചെക്കൻ അവിടെ വന്ന് കയറി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ടാനിയ സ്കൂളിൽ നിന്നും മടങ്ങി വരുന്ന സമയത്ത് അവൻ വിളിച്ചിട്ട് നിൽക്കാതെ പോയി എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ബഹളമുണ്ടാക്കിയത്. ഇതിനിടയിൽ അവൻ സ്റ്റാൻലിയെയും അധിക്ഷേപിക്കുവാൻ മറന്നില്ല. ഇയാളാണോടി നിന്റെ തന്തപ്പടി എന്ന് സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൻ ടാനിയയോട് പുച്ഛസ്വരത്തിൽ ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ ടാനിയ ഭയന്നു വിറച്ചിരുന്നു പോയി. ഒടുവിൽ അവൻ ഒരു മിനിറ്റ് സംസാരിക്കുവാൻ വേണ്ടി ടാനിയയെ തനിക്കൊപ്പം വിളിക്കുകയാണ്. എല്ലാം കണ്ടും കേട്ടും അതുവരെ മൗനമായിരുന്ന സ്റ്റാൻലി ഒടുവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ താന്തോനി ചക്കനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി ചാടി എഴുന്നേൽക്കുന്നു. അപ്പോഴേക്കും റെസ്റ്റോറൻറ്റിലെ മാനേജരും വെയിറ്റർമാരും ഇടപെട്ട് ഇരുവരെയും പിന്തിരിപ്പിച്ചു. പക്ഷെ പോകാൻ തുടങ്ങുമ്പോൾ അവൻ സ്റ്റാൻലിയെ വീണ്ടും വെല്ലുവിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. താൻ വലിയ പട്ടാളക്കാരനാണെങ്കിലേ അതങ്ങ് കുളത്തുപ്പുഴ ചെലവാക്കിയാൽ മതി, തന്നെ ഞാൻ കണ്ടോളാം. എല്ലാം കണ്ടും കേട്ടും അലീന ആകെ പരിഭ്രമിച്ചു പോയി. അവൾ വളരെ പണിപ്പെട്ടിട്ടാണ് സ്റ്റാൻലിയെ ഒന്ന് സമാധാനിപ്പിച്ചത്. സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും അന്തരീക്ഷം വളരെ പെട്ടെന്ന് തന്നെ വേദനാജനകമായി മാറി. പിന്നെ അധിക സമയം അവരവിടെ ചിലവഴിച്ചില്ല. ബബിതയ്ക്കുള്ള ഭക്ഷണം പാഴ്സലായി വാങ്ങി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിലെത്തിയതിനു ശേഷം എൽസമ്മയുടെ മുറിയിൽ വെച്ച് കുട്ടികൾ തങ്ങൾക്ക് വേണ്ടി വാങ്ങിയതെല്ലാം പാക്കറ്റുകൾ അഴിച്ച് പരിശോധിക്കുകയും വസ്ത്രങ്ങളും മറ്റും അണിഞ്ഞ് ഭംഗിയും പാകവും നോക്കുകയും ചെയ്തു. അതെല്ലാം അവിടെ വെച്ച് തന്നെ വേണമെന്ന് അലീന നിശ്ചയിച്ചു വെച്ചിരുന്നു. അതവൾ കുട്ടികളോടും പറഞ്ഞിരുന്നു. അതായത് ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുറി. സന്തോഷകരമായ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് തന്നെ വേണം നടത്തുവാൻ. അപ്രധാനമെന്ന് കരുതിയ ഒരു മുറിയും അവിടെ അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു രോഗിയും ആ വീടിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്. എൽസമ്മയുടെ കണ്ണിൻ്റെ മുൻപിൽ ദൈനംദിന ജീവിതത്തിൻ്റെ ആഹ്ലാദ തുടിപ്പുകൾ കൊണ്ടുവരികയും ചുറ്റുമുള്ള ജീവസ്പന്ദനങ്ങൾ അവരിലേക്ക് കൂടി സംക്രമിപ്പിക്കുകയും ചെയ്യുവാൻ അവൾ കണ്ടെത്തിയ എളുപ്പ വഴിയായിരുന്നു അത്. കുട്ടികൾ തങ്ങൾക്ക് ലഭിച്ച വസ്ത്രങ്ങൾ മാറി മാറി അണിഞ്ഞുകൊണ്ട് മമ്മിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. എൽസമ്മ അതെല്ലാം കണ്ടുകൊണ്ട് കിടന്നു. സ്റ്റാൻലി മാത്രം ആ ഭാഗത്തേക്ക് വന്നതേയില്ല. ബബിത ചെന്ന് വിളിച്ചുവെങ്കിലും അയാൾ ഒട്ടും താല്പര്യം കാണിച്ചില്ല. ബബിതയോട് അയാൾ പറയുകയാണ്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും, അതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് ബബിത രഹസ്യമായി അലീനയോട് ചോദിക്കുകയാണ്, പപ്പയ്ക്ക് എന്താ ഇവിടുന്ന് പോയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു ഗൗരവം? ടാനിയയുടെ മുഖത്തും തെളിച്ചമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അലീന, അതൊക്കെ പിന്നെ പറയാം, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. രാത്രിയിൽ സ്റ്റാൻലി അലീനയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ അവളോട് സംസാരിച്ചോ? ഇല്ല. ചോദിക്കാമെന്ന് പറഞ്ഞിട്ട്? ഞാൻ ചോദിച്ചോളാം. എപ്പോൾ ചോദിക്കാമെന്ന്? പപ്പ അവൾ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണ്ടേ? ഇതിൽ ഇത്രയ്ക്ക് ഒളിച്ചു കളിക്കാനൊന്നുമില്ലല്ലോ അലീന. നീ അവളെ ഇങ്ങോട്ട് വിളിക്ക്. പപ്പ പ്ലീസ്. നീ വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കണം. അലീന ടോജോയെയും ടെൽസയെയും എൽസമ്മയുടെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. ബബിതയോടും അവിടെ പോയി ഇരുന്നു കൊള്ളാൻ പറഞ്ഞു. ടാനിയ മാറിൽ കൈ കെട്ടിക്കൊണ്ട് സ്റ്റാൻലിയുടെ മുൻപിൽ ചെന്ന് നിൽക്കുകയാണ്. അത് കണ്ടപ്പോഴേ അലീനയ്ക്ക് മനസ്സിലായി അവൾ മനസ്സ് തുറക്കാനോ സ്വന്തം നിലപാടുകളിൽ നിന്ന് ഒരു ഇഞ്ചു മാറാനോ ഒരുക്കമല്ല എന്ന്. എന്തോ വേണമെങ്കിലും പറഞ്ഞു, ഞാൻ വെറുതെ കേട്ടോണ്ട് നിൽക്കാം, അതാണ് ആ മുഖത്തിൻ്റെ ഭാവം. സ്റ്റാൻലി ടാനിയയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, ആരായിരുന്നു അവൻ? അത് ജെറിച്ചായൻ്റെ കൂട്ടുകാരനാണ്. ജെറിച്ചായനോ? അതാരാണ്? റീത്താമ്മയാൻറ്റിയുടെ മൂത്ത മകനാ. അവനും നീയും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവും ഇല്ല. അവൻ പിന്നെ എന്തിനാ ഹോട്ടലിൽ വെച്ച് നിന്റെ അടുത്ത് ഷൗട്ട് ചെയ്തത്? എനിക്കറിയത്തില്ല. അവൻ്റെ പേരെന്താണ്? ഷാൻ. ടേപ്പ് ചെയ്തു വെച്ചതുപോലെയുള്ള മറുപടികൾ. അത് പറയുന്നത് മുഖത്ത് നോക്കാതെയാണ് താനും. സ്റ്റാൻലി വീണ്ടും ചോദിക്കുകയാണ്, അവൻ ഹോട്ടലിൽ വെച്ച് മോശമായി പെരുമാറിയപ്പോൾ നീ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല? മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് നിനക്ക് അവനോട് പറയാമായിരുന്നില്ലേ? അതിനുത്തരമില്ല. ഇന്ന് വൈകുന്നേരം അവൻ നിന്നെ കാണാമെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോൾ പറഞ്ഞു? രാവിലെ. അപ്പോൾ രാവിലെയും നിങ്ങൾ തമ്മിൽ കണ്ടു അല്ലേ? റോഡിൽ വെച്ച് കണ്ടു. ശരി, ഇതുവരെ കണ്ടതൊക്കെ പോട്ടെ. ഇനി മേലിൽ ഇതൊന്നും ആവർത്തിച്ചേക്കരുത്. അവനൊക്കെ മനുഷ്യനാണോടി? സംസ്കാരമില്ലാത്തവൻ, അധമൻ. അവൻ സംസാരിച്ച ഭാഷ കേട്ടോ, കൊള്ളാം എന്തായാലും. ടാനിയ സ്റ്റാൻലിയുടെ കാൽ ചുവട്ടിലേക്കാണ് നോക്കി നിൽക്കുന്നത്. പെട്ടെന്ന് സ്റ്റാൻലി പറയുക, പൊയ്ക്കോ. ടാനിയ പെട്ടെന്ന് തിരിഞ്ഞങ്ങ് നടന്നു. അപ്പോൾ അലീന ചോദിക്കുകയാണ്, പപ്പായ്ക്ക് ഇപ്പം തൃപ്തിയായല്ലോ അല്ലേ? വിളിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, താക്കീത് കൊടുക്കുകയും ചെയ്തു. ഇനി ഒന്നും പേടിക്കാനില്ല, എല്ലാം ഭദ്രം. അപ്പോൾ സ്റ്റാൻലി, വിളിച്ചു ചോദിച്ചതിൽ എന്താണ് ഇത്ര തെറ്റ്? ഒരു തെറ്റുമില്ല. പപ്പയുടെ കടമ പപ്പ പൂർത്തിയാക്കി. നീ എന്താ അവൾക്ക് സൈഡാണോ? എൻ്റെ പപ്പായെ പപ്പ എന്തിനാ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ? പപ്പയ്ക്ക് അവളിൽ നിന്നും എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചോ? പാറ തുരക്കുന്ന ഒരു യന്ത്രം കൊണ്ടുവന്നാൽ അവളുടെ മനസ്സിലേക്ക് തുരന്നു കയറാൻ പപ്പയ്ക്ക് പറ്റുമോ?
സ്റ്റാൻലി അലീനയുടെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുകയാണ്. നിന്നെ കൊണ്ട് ഇത്ര പോലും സാധിച്ചില്ലല്ലോ. അലീന ഉടനെ 2 കൈയും എടുത്ത് തൊഴുതു പിടിച്ചുകൊണ്ട് പറയുകയാണ്. സുല്ല്, ഞാൻ ആ വിഷയം വിട്ടു. പപ്പയ്ക്ക് കിടക്കാനുള്ള മുറി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കുളത്തുപുഴയ്ക്ക് പോവുകയാണ്. നാളെ രാവിലെ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. ഇവിടെ സൗകര്യം പോരാഞ്ഞിട്ടാണോ കുളത്തുപുഴയിലോട്ട് ഇപ്പം ഈ രാത്രി പോകുന്നത്? പപ്പയുടെ ഭാര്യയും മക്കളും വർഷങ്ങളായിട്ട് താമസിക്കുന്ന വീട് തന്നെയാണിത്. ഓഹോ, അവർ പന്നിക്കൂട്ടിൽ പോയി കിടന്നാൽ ഞാൻ അവിടെയും ചെന്ന് കിടക്കണോ? പപ്പ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഒരു റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണലിന് യോജിച്ച വിധത്തിൽ ഞാൻ ബെഡ് വിരിച്ചിട്ടുണ്ടല്ലോ. അവളത് പറഞ്ഞ രീതി കേട്ട് അയാളുടെ ദേഷ്യം അലിഞ്ഞു പോവുകയും പകരം ഒരു ചെറിയ ചിരി വരികയും ചെയ്തു. തുടർന്ന് അലീന ഇങ്ങ് എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെന്ന് അയാളെ വലിച്ചെഴുന്നേൽപ്പിച്ചു. അയാളുടെ തടിച്ച കൈ തോളത്ത് വെച്ച് ചുമന്നുകൊണ്ടുപോയി ഗസ്റ്റ് റൂം കാട്ടിക്കൊടുത്തിട്ട് ചോദിക്കുകയാണ്. ഇതുപോരെ? പുതിയ ജനാലവിരികൾ, പുതിയ കിടക്കവിരിയും തലയണ ഉറകളും, ശുചിത്വമുള്ള മുറി, ഇത് ഭംഗിയായി ഞാൻ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോ നീയും ബബിതയും എവിടെ കിടക്കും? അലീന അതിന് കുസൃതി ചിരിയോടുകൂടി മറുപടി പറയുകയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഉലക്കമേലും കിടക്കാം. ആ പപ്പ, പിന്നെ രാവിലെ സർവേറെ കൊണ്ടുവരുന്ന കാര്യം മറക്കല്ലേ. മതിലിന്റെ പണി നാളെ തുടങ്ങി നാളെ തന്നെ തീർക്കണം. ഒറ്റ ദിവസം കൊണ്ട് മതിൽ പണിയാനോ? ആ, ഇല്ലെങ്കിൽ റീത്താമ്മേൻ്റെ സ്റ്റേ കൊണ്ടുവരും. ഇപ്പോൾ റെഡിമെയ്ഡ് മതിൽ കിട്ടുമല്ലോ, കോൺക്രീറ്റ് സ്ലാബ് പോലെയുള്ളത്. അതല്ലെങ്കിൽ റെയിൽവേയുടെ വേലി പോലെയുള്ളത്. അതുമല്ലെങ്കിൽ മുള്ളുകമ്പി ഇട്ടാലും മതി. ആ, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ശരി പപ്പ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. കാറിൻ്റെ ഡിക്കിയിൽ കുപ്പിയും ഗ്ലാസും സോഡയും ഇരിപ്പുണ്ടായിരുന്നു. സ്റ്റാൻലി ആ കിറ്റെടുത്ത് മുറിയിൽ എത്തിച്ച ശേഷം വാതിലടച്ചു. അലീനയും ബബിതയും എൽസമ്മയുടെ മുറിയിലെ സോഫക്കം ബെഡിലാണ് കിടന്നത്. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ അലീന ബബിതയോട് പറയുകയാണ്. സത്യം പറഞ്ഞാൽ നീ വന്നത് എനിക്ക് വലിയ ആശ്വാസമായി മോളെ. കാരണം ഈ ഡ്യൂട്ടി നമുക്ക് മാറി മാറി ചെയ്യാമല്ലോ. ആ, അതല്ലേ ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്, ഞാൻ ചേച്ചിയുടെ കൂടെ നിന്നോളാമെന്ന്. ഇവിടെ ആവുമ്പം എനിക്കൊന്നും ഓർക്കാൻ സമയമില്ല. ആ പിന്നെ ചേച്ചി, ടാനിയയുടെ എന്ത് കാര്യമാ പറയാമെന്ന് എന്നോട് പറഞ്ഞത്? അപ്പോൾ അലീന ശബ്ദം താഴ്ത്തി വൈകുന്നേരം ഹോട്ടലിൽ നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബബിത പറയുകയാണ്. എനിക്ക് ഉറപ്പാ അത് ടാനിയയുടെ ലൈനാ. പക്ഷെ പപ്പ ചോദിച്ചപ്പോൾ അവൾ സമ്മതിച്ചില്ല. ചേച്ചിക്ക് ചോദിച്ചുകൂടായിരുന്നോ? ചോദിക്കണം. അതിനു മുമ്പ് അവൾക്ക് തോന്നണം എന്നോടത് തുറന്നു പറയാൻ. ആ, അത് ശരിയാ, ബബിത സമ്മതിച്ചു. അടുത്ത ദിവസം സ്റ്റാൻലി സർവേയറെ വിളിച്ചു വരുത്തി അഞ്ചലിലെ പ്രോപ്പർട്ടിയുടെ സ്കെച്ചും പ്ലാനും കൊടുത്തു. അതിനനുസരിച്ച് സർവേയർ 14.5 സെന്റ് സ്ഥലം അളന്നു തിരിച്ചു. 1/2 സെന്റ് വിട്ടിട്ടാണ് മതിലിന്റെ പണി തുടങ്ങിയത്. മണ്ണിൽ കൈക്കോട്ട് വീണപ്പോൾ റീത്താമ്മ എതിർപ്പുമായി വന്നു. എന്റെ വസ്തുവിൽ മതിൽ കെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ വഴക്കുണ്ടാക്കുകയാണ്. മേസ്തരിമാർ ചരട് കെട്ടിയ ലൈനിൽ തന്നെ നിൽപ്പുറപ്പിച്ചിട്ട് അവർ പറയുകയാണ്, എന്റെ ശവത്തിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് കയറി മതിൽ കെട്ടാൻ പറ്റൂ. റീത്താമ്മയുടെ ഭർത്താവും മക്കളും എല്ലാം കൂടി വന്ന് തടഞ്ഞതോടെ പ്രശ്നം രൂക്ഷമായി. സ്റ്റാൻലി സർവേയർ അളന്നു തിരിച്ച അതിരും പ്രോപ്പർട്ടിയുടെ പ്ലാനും റീത്താമ്മയെ കാണിച്ചു. ശരിക്കുള്ള അളവനുസരിച്ച് ഒരടി കൂടി അങ്ങോട്ട് നീക്കിയാണ് മതിൽ കെട്ടേണ്ടത്. പക്ഷേ അത് ഞങ്ങൾ നിങ്ങൾക്കങ്ങ് വിട്ടു തന്നിരിക്കുകയാണ്. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, ഇത് എൻ്റെ വസ്തുവാണ്. ഇവിടെ മതിൽ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. റീത്താമ്മയുണ്ടാക്കിയ ബഹളം കേട്ടുകൊണ്ട് ചില അയൽക്കാരും വന്നുകൂടി. തർക്ക വസ്തുവിൽ മതിൽ കെട്ടുന്നത് ശരിയല്ലെന്ന് അവരങ്ങിഞ്ഞു മാറി നിന്നുകൊണ്ട് അഭിപ്രായവും പറയാൻ തുടങ്ങി. സ്റ്റാൻലി മതിലിന്റെ പണി തൽക്കാലം നിർത്തിവെച്ചിട്ട് മുള്ളുവേലി ഇടുവാനുള്ള കമ്പിച്ചുരുളുകളും വേലിക്കല്ലുകളും അതിന്റെ പണിക്കാരെയും ഉച്ചയ്ക്ക് മുൻപ് തന്നെ സ്ഥലത്തെത്തിച്ചു. കുളത്തുപുഴയിൽ ചെന്ന് ഭീമാകാരന്മാരായ 2 നായ്ക്കളെയും കൊണ്ടുവന്നു. തുടർന്ന് തൊഴിലാളികൾ വേലിക്കല്ലുകൾ കുഴിച്ചിടുവാൻ ഭാവിച്ചപ്പോൾ റീത്താമ്മയും മക്കളും വീണ്ടും ഇടപെട്ടു. സ്റ്റാൻലി കാറിൽ നിന്നും തന്റെ നായ്ക്കളെ ഇറക്കിക്കൊണ്ട് അതിരിലേക്ക് ചെന്നു. അവയുടെ കഴുത്തിലെ ബെൽറ്റിൽ നിന്നുള്ള ചങ്ങലകൾ തന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വേലിക്കല്ല് കുഴിച്ചിടുന്നത് തടയുവാൻ നിന്ന റീത്താമ്മ ഭയന്ന് പെട്ടെന്ന് പിന്നോട്ട് മാറി. മക്കൾ ഓടി അവരുടെ സിറ്റൗട്ടിൽ ചെന്ന് കയറി. റീത്താമ്മയെ നോക്കി നായ്ക്കൾ സിംഹത്തെ പോലെ ഗർജിക്കുകയാണ്. റീത്താമ്മയ്ക്ക് മുള്ളുകമ്പി വേലി കെട്ടുന്നതിൻ്റെ അടുത്ത് വരാൻ പോലും ധൈര്യമുണ്ടായില്ല. തുടർന്ന് റീത്താമ്മ തൻ്റെ ഫോണിൽ ആങ്ങളമാരെ വിളിച്ചുവെങ്കിലും ഉടൻ ഓടിയെത്തുവാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല ആരും. അവരെത്തിയപ്പോൾ 5:30 മണി കഴിഞ്ഞു. അപ്പോഴേക്കും മുള്ളുകമ്പി വേലിയുടെ പണി മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഒരു പൂച്ചയ്ക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു മുള്ളുകമ്പി വരിഞ്ഞു മുറുക്കിയത്. കമ്പിവേലിയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് അച്ചൻകുഞ്ഞും സേവിച്ചനും ഏലിയാസും മൈക്കിളുമെല്ലാം സ്റ്റാൻലിയെ കുറെ ചീത്ത വിളിച്ചു. നായ്ക്കളെ ഭയന്നിട്ട് ഇപ്പുറത്തേക്ക് വരുവാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. റീത്താമ്മയും ആങ്ങളമാരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. തന്റെ വസ്തുവിൽ ബലമായി അതിക്രമിച്ച് കയറി മതിലും വേലിയും കെട്ടിയെന്നും അത് തടയുവാൻ ചെന്നപ്പോൾ നായ്ക്കളെ വിട്ട് കടിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നുമായിരുന്നു പരാതി. 7 മണിക്ക് പോലീസ് എത്തിയപ്പോൾ പണിക്കാരെല്ലാം ജോലി തീർത്ത് സ്ഥലം വിട്ടിരുന്നു. സ്റ്റാൻലിയും കുടുംബാംഗങ്ങളും അവിടെയുണ്ട്. സബ് ഇൻസ്പെക്ടർ പരാതിയെപ്പറ്റി അന്വേഷിച്ചു. സ്റ്റാൻലി വസ്തുവിന്റെ പ്രമാണങ്ങൾ SIയെ കാണിച്ചു. വേലി കെട്ടിയ സ്ഥലവും ശരിക്കുള്ള അതിരും കാട്ടിക്കൊടുത്തു. 1/2 സെന്റ് ഭൂമി വിട്ടുകൊടുത്തിട്ടാണ് വേലി കെട്ടിയിരിക്കുന്നത്. ഇത് അവരുടെ പ്രോപ്പർട്ടിയാണെന്ന് തെളിയിച്ചാൽ ആ നിമിഷം ഈ വേലി ഞാൻ പൊളിച്ചു മാറ്റും. അപ്പോൾ SI ചോദിക്കുകയാണ്,
നിങ്ങളൊക്കെ ബന്ധുക്കളല്ലേ? മതിൽ കെട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞും അനുരഞ്ജനമൊക്കെ ഉണ്ടാക്കണ്ടേ? അതിന് സ്റ്റാൻലി, ഇങ്ങനത്തെ ബന്ധുക്കളെക്കാൾ ഭേദം ശത്രുക്കളാണ് സാറേ. ഒടുവിൽ SI സ്റ്റാൻലിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. തർക്കവസ്തുവാണെന്ന് പരാതിയുള്ള നിലയ്ക്ക് ഇപ്പൊ തൽക്കാലം ഇനി നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ വേണ്ട. അതിന് സ്റ്റാൻലി, ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു. കേസും കോടതി വക സ്റ്റേയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണക്ക് കൂട്ടി തന്നെയാണ് മതിലിന്റെ പണി മാറ്റിവെച്ചിട്ട് മുള്ളുകമ്പിവേലിയുടെ പണി ഒറ്റ ദിവസം കൊണ്ട് തീർത്തത്. പോലീസിന് ഇനി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മറുവശത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് സംശയിച്ച് സ്റ്റാൻലി അന്ന് രാത്രിയിലും അവിടെ തന്നെ തങ്ങി. ഇതിനിടയ്ക്ക് ടാനിയ ആരോടൊന്നില്ലാതെയാണ് പറയുന്നതെങ്കിലും അലീന കേൾക്കുവാൻ വേണ്ടി തന്നെ പറയുകയാണ്, മതിലും വേലിയും ഒന്നും വേണ്ടിയിരുന്നില്ല. അപ്പോൾ അലീന, മോളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ഞങ്ങളുടെ നന്മ നോക്കാനൊന്നും ആരും ഇല്ലായിരുന്നല്ലോ ഇത്രയും കാലം. ഞാനില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. എനിക്ക് നിങ്ങൾ ആരാണെന്നോ ശരിക്കും ഞാൻ ആരാണെന്നോ അറിയില്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് പപ്പയാണ്. പപ്പയല്ല മതിൽ കെട്ടാൻ പ്ലാൻ ഇട്ടത്. ഞാൻ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ പപ്പ അത് ചെയ്തു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പപ്പ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്. ഇത്രയും കാലം നിങ്ങളെ സംരക്ഷിച്ചിരുന്നവർ നിങ്ങൾക്ക് നന്മയല്ല ചെയ്തിരുന്നതെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വന്നത്. നിങ്ങളെ എല്ലാ തരത്തിലും റീത്താമ്മ ആൻറ്റിയും ബന്ധുക്കളും പറ്റിക്കുകയായിരുന്നു. മോളെ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവരുടെയും നിങ്ങളുടെയും വീട് കണ്ടാൽ ഞാൻ പറയുന്നത് തിരിച്ചറിയാൻ പറ്റും. അവിടെ നല്ല വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങളും മോടിയും ഭംഗിയും. ഇവിടെയോ നിങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണ്ടേ? അപ്പോൾ ടാനിയ, അതിനൊക്കെ പപ്പ പൈസ കൊടുക്കണമായിരുന്നു. റീത്താമ്മ ആൻറ്റി സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്യൂ ഇതൊക്കെ? അവർക്കും വീടും കുടുംബവും മക്കളും ഒക്കെ ഇല്ലേ? ടാനിയ, പപ്പ കൊടുത്ത പൈസ കൊണ്ടാണ് റീത്താമ്മ ആൻറ്റി അവരുടെ വീട് മോടി പിടിപ്പിച്ചത്. ഈ വീടിന് വേണ്ടി ചെലവാക്കേണ്ട പണമായിരുന്നു അത്. റീത്താമ്മ ആൻറ്റി പപ്പയുടെ ഓഫീസിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ പണത്തിന്റെ കൃത്യമായ കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. 50,000 രൂപ വരെ വാങ്ങിച്ച മാസങ്ങളുണ്ട്. ചിട്ടികൾ, ഇൻഷുറൻസ് പോളിസികൾ, പെട്രോൾ ബില്ലുകൾ, മെഡിക്കൽ ബില്ലുകൾ, വീട്ടുപകരണങ്ങൾ വാങ്ങിയ ബില്ലുകൾ, റിപ്പയറിംഗ് നടത്തിയ ബില്ലുകൾ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞ 2 വർഷം കൊണ്ട് 13 ലക്ഷം രൂപ. എന്നിട്ട് ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് ദാരിദ്ര്യം പിടിച്ച ഒരു വീട്ടിലെ അടുക്കളയും മുറികളുമാണ്. എവിടെ ചിലവാക്കിയ പണം? മമ്മിയുടെ പേരിലുള്ള ചിട്ടികൾക്കും ഇൻഷുറൻസ് പോളിസികൾക്കും ആരാണ് നോമിനിയാകേണ്ടത്? ഒന്നുകിൽ പപ്പ, അല്ലെങ്കിൽ നിങ്ങൾ. പക്ഷേ റീത്താമ്മ ആൻറ്റിയുടെ പേരാണ് നോമിനിയായിട്ട് വെച്ചിരിക്കുന്നത്. 2 KSFE ചിട്ടികൾ ഉണ്ടായിരുന്നു. ഒന്ന് 8 മാസം മുമ്പും ഒന്ന് 2 മാസം മുമ്പും അടച്ചു തീർന്നു. എന്നിട്ട് ആ പണം എവിടെ പോയി? അവരാണോ നിങ്ങൾക്ക് നന്മ കൊണ്ടുവരുന്നവര്? എൽസമ്മയുടെ മുറിയിൽ വെച്ചായിരുന്നു സംഭാഷണങ്ങൾ. അതുകൊണ്ട് തന്നെ എൽസമ്മ എല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. ടാനിയയ്ക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്നറിയുവാൻ ടെൽസയും ടോജോയും അവളെ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ടാനിയ തർക്കിക്കുകയാണ്. റീത്താമ്മ ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നാണോ പറയുന്നത്? ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് തന്നതിനേക്കാൾ കൂടുതൽ അവരെടുത്തു. ഓരോ തവണ സഹായിക്കുമ്പോഴും അവരതിൽ നിന്ന് വലിയ ലാഭം കൈക്കലാക്കി. നിങ്ങളുടെ മമ്മി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ റീത്താമ്മ ആൻറ്റി പപ്പയോട് വാങ്ങിയ പൈസയുടെ 1/4 ഭാഗമെങ്കിലും ഇവിടെ ചെലവാക്കിയോ? ഒരു വാട്ടർ ബെഡ് വാങ്ങിച്ചിടാൻ പറ്റിയില്ലല്ലോ. ഇനി നിങ്ങളുടെ മമ്മി മരിക്കുന്നതാണ് ലാഭമെന്ന് അവർ കണക്കുകൂട്ടി. ഇങ്ങോട്ടുള്ള സഹായം തടയാൻ വേണ്ടിയല്ല അവിടെ മതിൽ കെട്ടിച്ചത്, അങ്ങോട്ടുള്ള ചൂഷണം നിർത്താൻ വേണ്ടിയാണ്. ടാനിയ പിന്നെ ഒന്നും മിണ്ടിയില്ല. പിറ്റേന്ന് കുളത്തുപുഴയ്ക്ക് മടങ്ങുവാൻ സ്റ്റാൻലി ബബിതയെ കൂടി വിളിച്ചു. അപ്പോൾ ബബിത, ഞാൻ വരുന്നില്ല പപ്പ, ഇവിടെ ചേച്ചിയുടെ കൂടെ ഞാൻ നിൽക്കുകയാണ്. സ്റ്റാൻലി പോകുവാൻ ഇറങ്ങുമ്പോൾ അലീന ചോദിക്കുകയാണ്, നായ്ക്കളെ കൊണ്ടുപോകുന്നില്ലേ പപ്പ? അവരും ഇവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം. കൂട് 2 വൈകുന്നേരം ഞാൻ ഇങ്ങ് എത്തിച്ചേക്കാം. പട്ടികളെ കൊണ്ടുപോകാതിരുന്നത് ടോജോയ്ക്ക് വലിയ സന്തോഷമായി. അലീനയുടെ കൂട്ടുപിടിച്ച് അവൻ അവറ്റകളുമായി ഇണങ്ങണം. ഉച്ചതിരിഞ്ഞപ്പോൾ ഒരു മിനി ലോറിയിൽ 2 നായ്ക്കൂടുകൾ വീട്ടുവളപ്പിൽ എത്തിച്ചേർന്നു. ബൈജുവും രാജപ്പനും ഉണ്ടായിരുന്നു കൂടെ. നായ്ക്കൂടുകൾ അതിന് യോജിച്ച സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചു. കണ്ടിരിഞ്ഞപ്പോൾ അലീനയെ ഓർപ്പിക്കുകയാണ്, ബൈജു എല്ലാ ദിവസവും വരണം കേട്ടോ. അതനുസരിച്ച് ബൈജു എല്ലാ ദിവസവും രാവിലെ വന്ന് ഹാജർ വെച്ചുകൊണ്ടേയിരുന്നു. നായ്ക്കളെ കുളിപ്പിക്കുകയും നടക്കാൻ കൊണ്ടുപോവുകയും ചെയ്യുന്ന ജോലി അവൻ കൃത്യമായി ചെയ്തു. എന്നും വൈകുന്നേരം ബൈജു അലീനയുടെ കാറുമായി തിരിച്ചു പോകും. രാവിലെ എത്തും. ഇതായിരുന്നു പതിവ്. ഇതിനിടയിൽ ടോജോയുമായി നായ്ക്കൾ ഇണങ്ങി. എൽസമ്മയുടെ ആരോഗ്യത്തിൽ ദിവസം ചെല്ലുന്തോറും പ്രകടമായ മാറ്റങ്ങൾ കാണുന്നുണ്ടായിരുന്നു. മുതുകിലെയും ഇടുപ്പിലെയും വ്രണങ്ങൾ വാടി. പാസീവ് എക്സർസൈസിന്റെ ഘട്ടം പിന്നിട്ട് ആക്റ്റീവ് എക്സർസൈസിലേക്ക് കടന്നു. തളർന്നുപോയ വശത്തെ കാലുകൾ പതിയെ അനക്കാൻ കഴിയുമെന്നായി. വളരെ ശ്രമിച്ചിട്ടാണെങ്കിലും വിരലുകൾ താനെ മടക്കും. കൈമുട്ട് കിടക്കയിൽ ഊന്നിക്കൊണ്ട് കൈത്തലം അല്പം ഉയർത്തും. പരസഹായമില്ലാതെ കാലും അല്പം മടക്കാമെന്നായി. വായി കോടിയിരുന്നതിന് മാറ്റമുണ്ടായി. കീഴ്ത്താടി ചലിപ്പിക്കാമെന്നായപ്പോൾ അലീന ഡോക്ടറെ വിളിച്ചു പരിശോധിപ്പിച്ചു. ഇനി വായിലൂടെ കട്ടി കുറഞ്ഞ ആഹാരം കൊടുത്തു തുടങ്ങാമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ആദ്യം ചവയ്ക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ പ്രേരിപ്പിക്കണം. ചവച്ചു തുടങ്ങിയാൽ പിന്നെ കട്ടിയാഹാരം കൊടുക്കാം. ഡോക്ടർ എൽസമ്മയെ എഴുന്നേൽപ്പിച്ചിരുത്തി. ആരും പിടിക്കാതെ ഏതാനും സെക്കൻഡുകൾ എൽസമ്മ ഇരുന്നു.
പരിശോധനയെല്ലാം കഴിഞ്ഞ് ഡോക്ടർ അലീനയോട് പറയുകയാണ്, വലിയ മാറ്റമാണിത്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് റിയലി എ മിറക്കിൾ. കൺഗ്രാറ്റുലേഷൻസ്. മരിച്ചുകൊണ്ടിരുന്ന ഒരാളെ തിരിച്ചു പിടിച്ച നിന്നെ അഭിനന്ദിച്ചില്ലെങ്കിൽ അത് എൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ട് എനിക്ക് തന്നെ തോന്നിയാലോ? ഡോക്ടർ അത് ചിരിയോടുകൂടി പറഞ്ഞുകൊണ്ട് വീണ്ടും അലീനയെ അഭിനന്ദിച്ചു. അപ്പോൾ പുഞ്ചിരിയോടുകൂടി അലീന പറയുകയാണ്, അഭിനന്ദനം എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ ഡോക്ടർ. ഞങ്ങളെല്ലാവരും ഒരു മനസ്സോടെയാണ് ഇതിനുവേണ്ടി പരിശ്രമിച്ചത്. ഓ വെരി ഗുഡ്. അഭിനന്ദനം നിങ്ങളെല്ലാവരും ചേർന്ന് പങ്കിട്ടെടുത്തോളൂ. എന്നിട്ട് ഡോക്ടർ സ്വന്തം തമാശ ആസ്വദിച്ച് ചിരിച്ചു. വലിയ കഷ്ണം അലീന ചേച്ചി എടുത്തോട്ടെ, ഞങ്ങൾക്ക് ചെറിയൊരു പീസ് മതി. ബബിത പറയുന്നത് കേട്ട് ടാനിയയും ടോജോയും ടെൽസയും ചിരിച്ചു. വീണ്ടും അലീന ഡോക്ടറോട് ചോദിക്കുകയാണ്, സംസാരിക്കുമ്പോൾ നാക്ക് തിരിയാത്തത് ശരിയാകുമോ ഡോക്ടർ? എല്ലാം ശരിയായിക്കോളും. വായിൽ വെച്ച് ഭക്ഷണം ചവച്ചു തുടങ്ങുമ്പോൾ ആദ്യം നാക്ക് കടിക്കാതെ സൂക്ഷിക്കണം. കീഴ്ത്താടി ശരിക്ക് ചലിച്ചു തുടങ്ങിയാൽ നാവിനും ക്രമേണ ബലം കിട്ടും. ബൈജു ആണ് കാറുമായി ചെന്ന് ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നതും തിരികെ കൊണ്ടുപോയി വിട്ടതും. അന്ന് രാത്രി ടോജോയും ടെൽസയും ഉറങ്ങിക്കഴിഞ്ഞ് ബബിതയെ എൽസമ്മയുടെ അടുക്കലിരുത്തിയിട്ട് അലീന ടാനിയായും കൂട്ടി ഗസ്റ്റ് റൂമിൽ കയറി. അലീന വാതിലടക്കുന്നത് സംശയത്തോടെ നോക്കി നിന്ന ടാനിയായോട് അവൾ പറയുകയാണ്, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? നീങ്ങി വാ, അതൊക്കെ പറയാം. ഈ കട്ടിലിലോട്ടിരിക്ക്. അലീന അവളെ പിടിച്ച് കട്ടിലിരുത്തി. എന്നിട്ട് പറയുകയാണ്, നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഭംഗി വാക്കുകളും മുഖവരയും ഒന്നും വേണ്ട. ഞാൻ നിന്റെ ചേച്ചിയാണ്. നിനക്ക് നന്മ വരുന്നതിൽ സന്തോഷിക്കുന്നവളാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവളുമാണ്. അത്രയെങ്കിലും ആദ്യം നീ മനസ്സിലാക്കണം. ടാനിയ മാർവിൽ കൈകെട്ടി. നീ പരിചയം എടുത്ത് എൻ്റെ നേരെ പിടിക്കണ്ട, കൈ അങ്ങ് താഴ്ത്തിയിട്. ഇത് പറഞ്ഞുകൊണ്ട് അലീന തന്നെ പിടിച്ച് അവളുടെ കൈകൾ രണ്ടും താഴ്ത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് ഷാൻ? അത് ജെറിച്ചാൻ്റെ കൂട്ടുകാരനാ. നിന്റെ ആരാണെന്നാ ഞാൻ ചോദിച്ചത്. എൻ്റെ ആരുമല്ല. നിനക്ക് അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല. എന്നാൽ ഞാൻ പറയാം. അഞ്ചൽ ടൗണിലെ ഒരു ട്രേഡ് യൂണിയനിലെ അംഗമാണ്. അവൻ്റെ അച്ഛൻ ഭാർഗവൻ. ഭാര്യയെ ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കേസിൽ 7 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് അയാൾ. ഭരണകക്ഷിയിലെ ഒരു പ്രാദേശിക നേതാവിൻ്റെ ബന്ധുവാണ്. മൂക്കറ്റം കള്ളു കുടിക്കും. സകല ചട്ടമ്പിത്തരങ്ങളും കാണിക്കും. ഈ പ്രായത്തിലും ഭർത്താവ് ഉപേക്ഷിച്ചു പോയൊരു സ്ത്രീയുമായി മോശമായ ബന്ധം അയാൾക്കുണ്ട്. ഇത് അവൻ്റെ അച്ഛൻ്റെ ചരിത്രം. ഇനി മകൻ്റേത് പറയാം. ടാനിയ അന്താള് ചിരിക്കുകയാണ്. ഷാൻ, രതീഷ് എന്നായിരുന്നു അവൻ്റെ സ്കൂളിലെ പേര്. അച്ഛൻ്റെ ഗുണഗണങ്ങളെല്ലാം മകനും കിട്ടിയിട്ടുണ്ട്. ടൗണിൻ്റെ വാലറ്റത്ത് ഒരു പാൻ ഷോപ്പുണ്ട്. ഒറ്റ നമ്പർ ലോട്ടറിയുടെ കച്ചവടത്തിന് പുറമെ ഇടയ്ക്കിടെ മാഹിന്ന് മദ്യം കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തും. എല്ലാ 1-ാം തീയതിയും ബിവറേജിൻ്റെ കടകളെല്ലാം അടച്ചിടുമ്പോൾ അവൻ്റെ കടയിൽ ഇഷ്ടം പോലെ സാധനം കിട്ടും. മാഹി വേണമെങ്കിൽ അത്, മിലിറ്ററി വേണമെങ്കിൽ അത്, നാടൻ വേണ്ടവർക്ക് അതും കിട്ടും. പിന്നെ അത്യാവശ്യക്കാർക്ക് കഞ്ചാവും കൊടുക്കും കേട്ടോ. അവൻ്റെ ആദ്യത്തെ പ്രേമം അലസിപ്പോയി. കൊട്ടാരക്കരക്കാരിയായിരുന്ന ഒരു നേഴ്സായിരുന്നു. അവളെ അവളുടെ വീട്ടുകാർ ഡൽഹിക്ക് കടത്തി. 2ാമത്തെ പെണ്ണ് തൂങ്ങി മരിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവൾ ഗർഭിണിയായിരുന്നു എന്ന് തെളിഞ്ഞു. 3ാമത്തെ ഇരയാണ് നീ. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കടയിൽ ചെന്ന് നീ അവനെ കാണാറുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ശംഖുമുഖം ബീച്ചിലും വർക്കല ബീച്ചിലും പോയിട്ടുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം എനിക്ക് തീർച്ച പോരാ. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രം. ഏതെങ്കിലും രജിസ്ട്രാർ ഓഫീസിൽ വെച്ച്? ടാനിയ ഇരുന്നിടത്തിരുന്ന് ഉരുകാൻ തുടങ്ങി. അവൾ മുഖം താഴ്ത്തി ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ്. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല, നേരെ നോക്കുന്നുമില്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അലീന ചോദിക്കുകയാണ്. അതിനും പ്രതികരണമില്ല. അപ്പോൾ അവൾ വീണ്ടും പറയുക, നീ ഒന്ന് ആലോചിക്ക്, ഞാനിപ്പോൾ വരാം. അലീന എഴുന്നേറ്റ് കിച്ചണിൽ പോയി കട്ടൻ ചായ തിളപ്പിച്ച് ലെമൺ ടീയും ഉണ്ടാക്കി. അതിൽ നിന്നും ഒരു കപ്പ് ബബിതയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അവൾ എൽസമ്മയുടെ കട്ടിലിനരികെ ഇരിപ്പുണ്ടായിരുന്നു. ബബിത അപ്പോൾ ചോദിക്കുകയാണ്, ചേച്ചി എന്തായിരുന്നു അവിടെ പരിപാടി? ഞാൻ ടാനിയായോട് ചില കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. അവൾ സമ്മതിക്കുമോ എന്നറിയുവാൻ. ആ ലക്ഷണമൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഏതാണ്ട് കള്ളത്തരം പിടിച്ചെടുത്തു എന്ന്. തൊണ്ടി സഹിതമാണോ പിടിച്ചത്? അതെ. മറ്റേ ലൈനാ? അല്ല, ചേച്ചിക്ക് എവിടെയാ ഈ സ്പൈ വർക്കിനൊക്കെ സമയം? ഇതൊക്കെ എങ്ങനെ ഇതിനിടക്ക് നടക്കുന്നു? കൊള്ളാം. എനിക്ക് സമയമില്ലെങ്കിലേ ഞാൻ ശമ്പളത്തിന് ആളെ വെക്കും. അതാരെയാ? അതൊന്നും പറയത്തില്ല. ബിസിനസ് അല്ലേടി, ഒത്തിരി സീക്രട്ടുകളുണ്ട്. ഓ, എനിക്ക് മനസ്സിലായി, ബൈജു ചേട്ടൻ. ബൈജുവിനോട് ഞാൻ അധികം സംസാരിക്കാറ് പോലും ഇല്ലല്ലോ. കാറിൽ പോകുമ്പോൾ, ടൗണിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അതിനിടയ്ക്ക് സമയം കിട്ടുമല്ലോ. അല്ലാതെ വേറൊരു സ്പൈയെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ ഊഹമൊക്കെ നിന്റെ മനസ്സിലിരുന്നാൽ മതി, കേട്ടല്ലോ. അലീന ടാനിയായ്ക്കുള്ള ലെമൺ ടീയുമായി ഗസ്റ്റ് റൂമിലേക്ക് മടങ്ങിയെത്തി. അവൾ അതേ സ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ കുറച്ച് ധൈര്യം സംഭരിച്ചതുപോലെ തോന്നി. അലീന അവൾക്ക് ലെമൺ ടീ കൊടുത്തു. ടാനിയ കുറേ സമയമെടുത്ത് അത് കുടിച്ചു തീർത്തു. അലീന വീണ്ടും ചോദിക്കുകയാണ്, ഈ ഷാനിന് ജെറിച്ചാനുമായിട്ട് എങ്ങനെയാണ് പരിചയം? ഷാൻ്റെ കടയുടെ അടുത്താണ് ജെറിച്ചാൻ്റെ ഓഫീസ്. ഓഫീസോ?
അത് കള്ളുകുടിയന്മാർക്ക് ഒത്തുകൂടാനുള്ളൊരു സ്ഥലമല്ലേടി. ജെറിച്ചായൻ റെൻ്റേ കാർ നടത്തിയിരുന്ന കാലത്തെ ഓഫീസാ. ഇവിടുത്തെ കാറും റെൻ്റേ കാറായി ഓടിയിട്ടുണ്ട് അല്ലേ? ഉണ്ട്. ഇപ്പം ജെറിച്ചാൻ എന്താ ജോലി? കാറിൻ്റെയൊക്കെ ബ്രോക്കറാ, പിന്നെ സ്ഥലക്കച്ചവടത്തിൻ്റെ ഉണ്ട്. ഈ റെൻ്റേ കാർ ബിസിനസ്സിൽ ഷാനിന് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നോ? അവർ 3 പേര് ചേർന്നാണ് നടത്തിക്കൊണ്ടിരുന്നത്. നീ അവിടെ പോകാറുണ്ടായിരുന്നോ? ഇവിടുത്തെ കാർ ഉണ്ടായിരുന്നപ്പോൾ ജെറിച്ചായൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി കാർ എടുത്തുകൊണ്ട് വരും. അവിടെ ഓഫീസിൽ കൊണ്ടുവന്ന് ചായയും പലഹാരവും ഒക്കെ വാങ്ങിച്ചു തരും. ജെറിച്ചായൻ ഇല്ലെങ്കിൽ ഷാൻ വാങ്ങിത്തരും അല്ലേ? ടാനിയ മറുപടി പറഞ്ഞില്ല. അങ്ങനെ നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായി. ഇനി അതിൽ നിന്ന് തലയൂരാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അപ്പോൾ ടാനിയ പറയുകയാണ്, ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്രയ്ക്ക് ചീത്തയൊന്നും അല്ല ഷാൻ. ആദ്യമായിട്ടാണ് ടാനിയയുടെ നാവിൽ നിന്ന് ചേച്ചി എന്നുള്ള സംബോധന വീഴുന്നത്. സംസാരിക്കാനുള്ള വെമ്പലിനിടെ അറിയാതെ വിളിച്ചു പോയതാണെങ്കിലും അത് അലീനയുടെ ഉള്ളിൽ തട്ടി. ടാനിയ വീണ്ടും പറയുകയാണ്, ജാതിയും മതവും ഒക്കെ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ജാതിയും മതവുമൊക്കെ ആരെങ്കിലും നിന്നോട് ചോദിച്ചോ? എന്നെ പ്രസവിച്ച അമ്മ ഒരു ഹിന്ദുവാണ്, എൻ്റെ പപ്പ ക്രിസ്ത്യാനിയും. എനിക്കിപ്പോഴും മതമില്ല, വിശ്വാസം മാത്രമേ ഉള്ളൂ. ഞാൻ പള്ളികളിലോ അമ്പലങ്ങളിലോ പോകാറില്ല. ആ സമയത്ത് ഏതെങ്കിലും ഓർഫനേജിൽ പോയി അവിടുത്തെ പാവങ്ങളെ കാണും. അതാണ് എൻ്റെ പള്ളിയും അമ്പലവുമെല്ലാം. അത്രയും കേട്ടപ്പോഴേക്കും ഒരു കടമ്പ കടന്നു കിട്ടിയതുപോലെ ഒരാശ്വാസം ടാനിയായിക്കുണ്ടായി. ജാതിയും മതവും നോക്കാത്ത ഒരാളെ കൂട്ടുകിട്ടിയിരിക്കുന്നു. അലീന പറഞ്ഞതിൽ നിന്നും അവൾക്ക് വേണ്ടത് മാത്രം അവൾ എടുത്തു. ടാനിയ പിന്നെയും പറയുകയാണ്, ഷാൻ്റെ അച്ഛനെപ്പറ്റി ചേച്ചി അറിഞ്ഞതൊന്നും അല്ല സത്യം. പിന്നെ ഷാൻ്റെ അച്ഛൻ ആരെയും കൊന്നിട്ടില്ല. ഷാൻ്റെ അമ്മയെ കൊന്നത് വേറൊരാളാ. ഷാൻ്റെ അച്ഛൻ ആ കുറ്റം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കൊള്ളാം. സ്വന്തം ഭാര്യയെ കൊന്നവനെ രക്ഷിക്കാൻ വേണ്ടി ഭർത്താവ് ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോയി കിടന്നെന്ന്. അത് ഭയങ്കര കുഴപ്പമാണല്ലോ. അയാളെ ശിക്ഷിക്കാനല്ലേ ശ്രമിക്കേണ്ടത്? അതാരായാലും, ഇനിയിപ്പോൾ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും. എന്നിട്ട് അത് എന്തുകൊണ്ടാണ് ഈ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്തതെന്ന് നീ ചോദിച്ചില്ലേ? ചോദിച്ചു. എല്ലാം പിന്നീട് വിശദമായി പറയാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നീ ഇതേപ്പറ്റി ചോദിച്ചിട്ട് എത്ര നാളായി? കുറേ മാസങ്ങൾക്ക് മുമ്പാണ്. എന്നിട്ട് ഇതുവരെ വിശദമായിട്ട് പറയാനുള്ള സമയം കിട്ടിയില്ല അല്ലേ? ഷാൻ എന്നോട് പറയും ചേച്ചി, പറയാതിരിക്കില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? നിനക്ക് കുറച്ച് മയക്കുമരുന്ന് കലക്കി തന്നിട്ട് തൽക്കാലം നീ ഇത് കുടിക്ക്, സംഗതി എന്താണെന്ന് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ നീ കുടിക്കുവോ? നമുക്ക് സംശയമുണ്ടെങ്കിൽ അതിന് മതിയായ വിശദീകരണം കിട്ടണം. ഒരാളെ കൊന്നിട്ട് കൊലയാളി പോലീസിൻ്റെ അടുത്ത് ചെന്ന് ഞാനല്ല കൊന്നത്, എന്നാലും ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞാൽ പോലീസ് സമ്മതിക്കുമോ? ഷാൻ എന്നോട് പറയാതിരിക്കില്ല ചേച്ചി. മോളെ, ഇതൊക്കെ തട്ടിപ്പാണ്. പറയാൻ യുക്തിഭദ്രമായ മറുപടി ഉണ്ടെങ്കിൽ ഇതിനകം പറയുമായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ മനസ്സിലൊരു സംശയം കടന്നുകൂടിയിട്ടുണ്ട്, അത് മാറ്റണം. ഇങ്ങനെയായിരുന്നു അവൻ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് നല്ല സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുന്നത്. അവനുമായി മുൻപ് പ്രേമത്തിലായിരുന്ന പെണ്ണ് ആത്മഹത്യ ചെയ്തു. അവൾ ഗർഭിണിയുമായിരുന്നു. അതിൻ്റെയും കാരണം അവനല്ല, വേറൊരാളാണെന്നും ആ കഥ പിന്നെ പറയാമെന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? ടാനിയ മിണ്ടുന്നില്ല. നീ അതെല്ലാം വിശ്വസിക്കാണ്ടിരിക്കുകയല്ലേ? അപ്പോൾ വീണ്ടും ടാനിയ, ഷാൻ ആരെയും ചതിക്കുന്ന സ്വഭാവക്കാരനൊന്നും അല്ല. പിന്നെ എന്തുകൊണ്ടാടി മറ്റേ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്? അത് ആത്മഹത്യയൊന്നും അല്ലായിരുന്നു. ആ പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെ ചെയ്തതാണെന്നാണ് ഷാൻ പറഞ്ഞത്. എന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തു. ഓ, അത് ശരി. കൊട്ടാരക്കരക്കാരി നേഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തു പറഞ്ഞു? അതിനോട് ഇഷ്ടമായിരുന്നു എന്ന് സമ്മതിച്ചു. അതിനെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എന്നും പറഞ്ഞു. അന്ന് ഷാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കോവളത്ത് കടലിൽ ചാടിയെന്നും രക്ഷാപ്രവർത്തകർ വന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടിയെന്നും പറഞ്ഞു. എന്നെ കണ്ട ശേഷമാണ് ആ വിഷമം മാറിയതെന്ന്. എൻ്റെ മോളെ, അവൻ സകല അഭ്യാസവും നിന്റെ അടുത്ത് ഇറക്കിയിട്ടുണ്ട്. അവൻ പറഞ്ഞതൊന്നും അല്ല സത്യം. ഷാൻ എൻ്റെ അടുത്ത് കള്ളം പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പാ ചേച്ചി. ശരി. ജെറിച്ചാൻ അറിയാമോ ഈ ബന്ധം? അറിയാം. ജെറിച്ചാനും പറഞ്ഞു ഷാൻ കുഴപ്പക്കാരനല്ലെന്ന്. ജെറിച്ചാൻ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ഷാൻ എന്നെ ഇഷ്ടമാണെന്ന്. മോളെ, ജെറിച്ചായൻ നിന്റെ നന്മ ആഗ്രഹിക്കുന്നവനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ടെൽസയോട് അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിനക്കറിയാലോ. അവൻ ഉത്തരവാദിത്തമുള്ള സഹോദരനായിരുന്നുവെങ്കിൽ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഷാനുമായിട്ട് നിന്നെ കൂട്ടിമുട്ടിക്കുമായിരുന്നോ? നീ പഠിച്ച് പാസ്സായി സ്വന്തം നിലയുറപ്പിക്കേണ്ട കുട്ടിയാണെന്ന് അവൻ അറിയാഞ്ഞിട്ടാണോ? അവന് നിന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഷാനിനോട് പറയുമായിരുന്നില്ലേ, എൻ്റെ പെങ്ങളെ വല വീശേണ്ട മോനെ, അവളെ വിട്ടേക്ക്, അവൾക്കൊരു നല്ല ഭാവിയുള്ളതാണ്, നീ വേറെ വല്ലവരെയും നോക്കുമെന്ന്. അതിന് പകരം ഒരു തല്ലിപ്പൊളി ചെറുക്കനെ നിനക്ക് കൂട്ടിത്തന്നവൻ്റെ വാക്കാണോ നിനക്ക് വേദവാക്യം? ടാനിയ വീണ്ടും ചെറുത്തു നിൽക്കുന്നു. അവൾ പറയുകയാണ്, തല്ലിപ്പൊളി ചെറുക്കനൊന്നും അല്ല ചേച്ചി, അത് ചേച്ചിക്ക് തോന്നുന്നതാണ്. അലീന തൻ്റെ ആളിനെ തരം താഴ്ത്തിയത് ടാനിയയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ പറയുകയാണ്, എന്നോട് ഷാനിന് ഭയങ്കര സ്നേഹമാണ്, അതെനിക്കറിയാം. എന്നെ സ്നേഹിക്കുന്നവരെയല്ലേ ഞാനും സ്നേഹിക്കേണ്ടത്. അപ്പോൾ അലീന,
നിന്നെ സ്നേഹിക്കുന്ന 5 പേരുണ്ടെങ്കിലോ? ഈ 5 പേരെ നീ സ്നേഹിക്കുമോ? എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ടയാളിനെ ഞാൻ തിരഞ്ഞെടുക്കും. അപ്പോൾ ബാക്കി 4 പേരുടെ സ്നേഹം നിരസിക്കാൻ നിനക്ക് യാതൊരു മടിയുമില്ല അല്ലേ? അതിൻ്റെ അർത്ഥം നിന്റെ ഇഷ്ടത്തിനാണ് മുൻതൂക്കം, അതല്ലേ ശരി? അപ്പോൾ ടാനിയ, എൻ്റെ ഇഷ്ടവും എനിക്ക് വലുത് തന്നെയാണ്. അങ്ങനെയാണെങ്കിലേ 6 പേര് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നീ കരുതണം. അതിലൊരാൾ നീ തന്നെയാണ്. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാൾ, പ്രധാനപ്പെട്ടയാൾ, അത് നീ തന്നെയാണ്. നിനക്ക് നിന്നോടുള്ള ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞേ മറ്റാരോടുമുള്ളൂ. നിന്നോട് തന്നെ ശരിക്കും നിനക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? മറ്റ് 4 പേരെയും മാറ്റി നിർത്തിയതുപോലെ ഷാൻ എന്ന 5-ാമനെയും മാറ്റി നിർത്തണം. നിനക്ക് പഠിപ്പ് പൂർത്തിയാക്കി നല്ലൊരു ജോലി സമ്പാദിക്കണമെന്നൊന്നും ആഗ്രഹമില്ലേ? ഉണ്ട്. നിനക്ക് നിന്റെയും നീ ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെയും ജീവിതം സന്തോഷപ്രദമാകണമെന്ന് ആഗ്രഹമില്ലേ? അതിനും അവൾ ഉവ്വെന്ന് തലയാട്ടി. അവനും നീയും തമ്മിലുള്ള ബന്ധം ഈ 2 കാര്യത്തിനും ഉപകാരപ്രദമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതായത് അവൻ നിനക്ക് വേണ്ടത്ര പ്രേരണയും പ്രചോദനവും തരുന്നുണ്ടോ? സത്യസന്ധമായിട്ട് മറുപടി പറയണം. ടാനിയ മൗനം ആചരിച്ചു. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി ഉടൻ തന്നെ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.